ഫ്രണ്ടിൻ്റെ ചേച്ചീൻ്റെ കല്യാണത്തിന് പോകാൻ പറ്റാത്തതുകൊണ്ട് തലേന്ന് പോകാമെന്ന് വിചാരിച്ചു. ഇതാണ് ധനശ്രീ. ധനശ്രീൻ്റെ ചേച്ചീൻ്റെ ആണ് കല്യാണം. സുന്ദരിയായോ എന്ന് ചോദിക്കുമായിരുന്നു. ഇതാണ് തീർത്ഥ. ഇവർ രണ്ടാളും കസിൻസാണ്. അതുകൊണ്ട് തന്നെ ഇവർ കല്യാണത്തിന് പോയപ്പം എനിക്ക് കുറച്ച് ഒറ്റപ്പെടൽ ഫീൽ ചെയ്തു. കാരണം ഇവർ കസിൻസായിട്ടാണ് ഞാൻ കമ്പനി. എല്ലാവരും സ്റ്റേജിലായിരുന്നു, ഞാൻ പുറത്തു. പിന്നെ ഫോട്ടോസ് എടുക്കലും വീഡിയോസ് എടുക്കലും കസിൻസിൻ്റെ ഫോട്ടോസ് എടുക്കലും ഒക്കെ ആയി. പക്ഷെ ഇതെല്ലാം കാണാമെന്നല്ല ഇറങ്ങണ്ടേ. കാരണം എനിക്കിങ്ങനെ കുറേ കസിൻസൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇവരിങ്ങനെ ചെയ്യുന്ന കാണുമ്പോൾ നല്ല രസമുണ്ട്. ഞാൻ കുറേ സമയം തന്നെ നോക്കിയത്. എന്തായാലും സംഭവം കാണാമെന്നല്ല ഇറങ്ങുന്നുണ്ട്. ഞാൻ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ കണ്ടത് പെണ്ണും ഇടയ്ക്കിടയ്ക്ക് പോസ്റ്റ് ആവുന്നുണ്ട്. പിന്നെ ഇവർ കസിൻസിൻ്റെ വക ഡാൻസും പരിപാടിയെല്ലാം ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അതും കൂടി കണ്ടിട്ട് പോകാമെന്നിട്ട് നിർബന്ധിച്ച്. പിന്നെ അവരെ ഒപ്പം സ്റ്റേജ് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി കുറച്ച് ഹെൽപ്പ് ചെയ്ത്. പിന്നെ വിചാരിച്ചു വേഗം ഫുഡ് കഴിക്കുക, ഇല്ലെങ്കിൽ പിന്നെ ഫുഡ് കഴിക്കാൻ ടൈം കിട്ടിയില്ലെങ്കിലോ. എന്നിട്ട് നമ്മൾ ഫുഡ് കഴിക്കാനിരുന്നു. ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരാൾ കലമ്പം കിട്ടി. ഞാൻ ഫോണിൽ നോക്കിയിരിക്കുന്ന കണ്ടിട്ട്. പിന്നെ കുറച്ച് നമ്മൾ ഡെക്കറേഷന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്ത്. എന്നിട്ട് ഞാനിങ്ങനെ വീഡിയോ എല്ലാം എടുത്തിങ്ങനെ ഇരുന്ന്. പിന്നെ എല്ലാവരും ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇവർ ഡാൻസ് എന്താവാത്ത. ഞാനും അതിനാ വെയിറ്റ് ചെയ്യുന്നു. എന്നിട്ട് വേണം നമുക്ക് വീട്ടിൽ പോകാൻ. ഇപ്പം തന്നെ ഏകദേശം ഒരു 10:30 ആയിട്ടുണ്ടാവും. പിന്നെ ഇവർ സ്റ്റേജിൽ കയറി ഡാൻസ് കളിക്കാൻ പോകാൻ വേണ്ടിയിട്ട്. പിന്നെ അവസാനം അങ്ങനെ ഡാൻസ് കളിച്ചു.